സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഇത് ബഷീക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അലമ്പ് കറിയാണ് വെച്ച് തന്നിട്ടുള്ളത് കേട്ടോ. അത് ഭയങ്കര ഇതായി പോയി. ഉണ്ടാക്കിയ ആൾക്കാർ ഇരിക്കണം, പൈസയും കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ സൈബ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ബഷീർ ബാഷിക്കാക്കന്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ എന്തിനാ വേണ്ടി പോണത്? നോമ്പ് തുറക്കാൻ വേണ്ടിട്ടല്ലേ? പക്ഷെ നമ്മൾ എന്തിനാ വന്നത് ഇവിടെ കൊച്ചിയില്? അതന്നെ, അത് രാവിലെ പോയി കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മള് കുറച്ചേരം റെസ്റ്റ് എടുത്തില്ലേ? റെസ്റ്റ് എടുത്ത് അതിന്റെ വീഡിയോ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പൊ നമ്മള് എവിടേക്ക് പോകുന്നത്? ബഷീർ ബാഷി കാക്ക. ഞാൻ മറ്റേ ബോബിന്റെ കൂടെ പോയ മാതിരി. അപ്പൊ എന്തായാലും നോമ്പില്ലാത്ത സൈബനിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോ നോമ്പ് അപ്പൊ നോമ്പില്ലാത്ത സൈബനിയും കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് ഒരു ഫൺ എപ്പിസോഡ് എനിക്ക് അല്ലെ അവിടെ പോയിട്ട് എന്താണ് നോക്കാൻ. അതന്നെ, അവിടെ പോയിട്ട് എന്താണ്, അവിടെ എന്തൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിതാ കാക്കനാടൊക്കെ കഴിഞ്ഞ് വണ്ടർല റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. ഡ്രൈവർ റാഷി 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 ഒരു സാധനം റാഷിന്റെ ഒരു പാട്ട് അതല്ല പറഞ്ഞതാ. അതായത് നമ്മുടെ ആൾക്കാർ കമന്റിൽ പറയാ, നിങ്ങൾക്ക് ആ റാഷിന്റെ ആ പാട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, നമ്മൾ ആ അടുത്ത വീഡിയോയിൽ കാണിച്ചതാ. വേണമെന്നുണ്ടെങ്കിൽ ഇവര് പറയാല്ലേ? ആയിട്ടെടുക്കണ്ടേ? നമ്മളെ ഓഡിയൻസ് പറയട്ടല്ലേ? അതിന് മാത്രം ഒന്നുമില്ല. അത് വേണോന്നുള്ളത് ഓഡിയൻസ് തീരുമാനിക്കും. ആണല്ലേ? അതിന്റെ മാസം എല്ലാരും കമന്റ് പറയല്ലേ? കമന്റിൽ. അപ്പൊ നമ്മളിതാ BB ഹൗസിൽ എത്തിയിരിക്കാണ്. നമുക്ക് വിളിച്ചു നോക്കാം അല്ലേ? പക്ഷേ ആളെ ഒന്ന് പുറത്തൊന്നും കാണുന്നില്ല. എവിടെ പോയോ? വിളിച്ചു നോക്കണം. പരിപാടിയൊക്കെ ഇല്ലേ? സത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും എനിക്ക് ഞങ്ങള് നിങ്ങളെ പോലെ തന്നെ കംപ്ലീറ്റ് ഓർഡർ ചെയ്ത് വരുത്തിക്കാന്ന് വിചാരിച്ചു. ഉറപ്പല്ലേ? ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വന്നതാണ്. അപ്പൊ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കേ മര്യാദയില്ല, നിന്റെ ഭാര്യക്കെങ്കിലും മര്യാദയുണ്ട്. വന്നപ്പോ ഒരു കവറിൽ എന്തൊക്കെ സാധനങ്ങളായിട്ട് കണ്ടില്ല. വിരുന്നിന് വരുന്നത് പോലെ വന്ന്. അന്ന് നീ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് എങ്ങനെ വന്നേച്ചാ ഒരു ഗ്ലാസ് 5 രൂപയുടെ ഒരു ഗ്ലാസ്സുമായിട്ട് വന്നേക്കും. അത് പലതരം ഗ്ലാസ്. നമ്മളാണ് നീനെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? പെണ്ണ് കിട്ടിയ നല്ലൊരു കുടുംബത്തിൽ കവറൊക്കെ ആയിട്ട് ആ മര്യാദക്ക് വന്നേക്കളല്ല. അല്ല, അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. വീടിന്റെ പുറത്ത് നിർത്ത അപമാനിക്കാണ്. അവരെ നോമ്പ് ഉറപ്പിച്ചൊക്കെ എന്തായാലും ഒരിക്കലേ നോമ്പൊക്കെ ഉള്ളൂ. ആണല്ലേ? പതുക്കെ ഹലോ ബഷീഖിന്റെ കൊട്ടാരത്തിലേക്ക് നമ്മൾ കൂട്ടിയിടിക്കുകയാണ്. ഇവിടെ ക്യാമറ, അവിടെ ക്യാമറ, അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ. അപ്പൊ ഇന്ന് ബഷീഖ് എന്നോട് പറഞ്ഞിട്ടുള്ള റോഷ ഇന്ന് ഒരുപാട് വിഭവങ്ങള് മറ്റേ നോമ്പിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുള്ള. വയറ് കാലിയാക്കി വരാനാ പറഞ്ഞേ. വയറ് ഓൾറെഡി കാലിയാണല്ലോ. അല്ല, തലേന്ന് തിന്നണ്ടാന്ന്. അത് ഉറപ്പാണ്. മച്ചൂരത്തെയും സുഹാനത്തെയും ഒക്കെ പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞാല് റോഷ നന്നായിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ട് വിടുള്ളൂ എന്നാണ്. ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ പോലും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുത്തിട്ടില്ല. എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ടിട്ട് ഞങ്ങളെങ്കിലും കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. തരാന്ന് ആ സന്തോഷത്തിൽ ഞാൻ ഷൂ വഹിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആ ഒരിക്കലും അതെന്താ ഞമ്മക്ക് തരില്ല. അതെ, പക്ഷെ ഞമ്മക്ക് തിന്നനെ കാണിക്കാലോ.
ഉള്ളത് ഓരോന്നിലേക്ക് നോക്കിക്കോളും, പക്ഷെ തിന്നണേ നമ്മളതിൽ കാണാം. ഞാൻ കുറെ നേരമായിട്ട് വാ കേറി കേറുന്ന് ഷൂ വായിക്കാനേ. നിങ്ങളുടെ വ്ളോഗിൽ ആൾക്കാർ കണ്ടിട്ട് പറയും ബഷീക്കതെ കിട്ടി. ബഷീർക്ക് വീട്ടിൽ കേറ്റില്ല. ഞാൻ വന്നപ്പോലും വാവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ക്യാമറ ഓൺ ആക്കണതിന് മുമ്പ് മുതൽ ഞാൻ വാവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്, കേറി കേറുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ബഷീർക്ക റോഷനോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. വീട്ടിന്റെ ഉള്ളിലേക്കാണ്ട് കേറിയപ്പോ തന്നെ ഇതൊക്കെ നമ്മക്കുള്ള ഗിഫ്റ്റാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിലുള്ള സാധനങ്ങളാണ്. ഞാൻ പ്രതീക്ഷിച്ചു ഭയങ്കര അടിപൊളിയായിട്ട് ബ്യൂട്ടി ക്രീം എന്റെ ഭാര്യയുടെ ഒക്കെ ബ്യൂട്ടിയുടെ രഹസ്യം നോക്കി വെളുത്ത് ചുട്ടിരിക്കണ. നല്ല സെയിലാണല്ലേ. ആമസോണിന്റെ ഓർഡറാ. ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ടിട്ട് സ്റ്റാഫ് ലീവാ. കംപ്ലീറ്റ് ആ ഐശ്വര്യം കാല് വെക്കാൻ പോണ ആള് ഐശ്വര്യാണ്. നീ വന്നപ്പോ ഓർഡർ ഒന്നും കിട്ടിയില്ല. ഇത് അതിന് മുമ്പുള്ളതാണ്. പുറത്ത് നിന്നിട്ടും അപമാനിക്കണ്, അവത്തെത്തിട്ടും അപമാനമുള്ളൂ. പക്ഷെ എന്താ അറിയോ, മൂപ്പര മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം അത് അംഗീകരിച്ച് തരാൻ വേണ്ടിട്ട്. അല്ല ഞാൻ വന്നിട്ടാണ് ഈ വന്നിട്ടും വരുമ്പോഴും കൊറേ ഓർഡർ കിട്ടിയതല്ല അതിന്റെ. പശുക്കങ്ങളെ മുഖത്തുണ്ട്, പശുക്കന്റെ മുഖത്തുണ്ട് അത്. നിന്റെ മുഖത്ത് ഞങ്ങളെ ഒരു ബിബി ക്രീം അങ്ങോട്ട് തന്നുവിടും. എന്നിട്ട് വെളുത്തിട്ട് മാറാൻ പറയുന്നത്. ഉറപ്പാണോ? ഉറപ്പ്. ഗ്ലാമർ ആവും. ഇത് സാധാരണ പോലെ കിഡ്നി അടിച്ച് പോണ ക്രീമോ അലർജി വന്ന ക്രീമോ കാര്യങ്ങളൊന്നും അല്ല. പക്ക ലീഗൽ ആയിട്ടുള്ള ഒരു ക്രീമാണ്. ലൈസൻസ് ക്രീമാണ്. മറ്റേ പഞ്ചായത്ത് ലൈസൻസ് അങ്ങനത്തെ ആ സാധനമൊന്നുമല്ല. ക്രീമുകളൊക്കെ കുറെ കുറഞ്ഞും തോന്നുന്നുണ്ട്. പ്രൊമോഷൻ കഴിഞ്ഞ് ഇനി പിൻവാതിലൂടെ പൈസ ഞങ്ങളൊക്കെ മുൻപാതിലൂടെ പരിപാടിയൊന്നുമില്ല. ഫുള്ള് ഗോൾഡിന് ഞാൻ പറഞ്ഞില്ലേ, ബഷീക്ക് കണ്ടില്ലേ, ഫുള്ള് ഗോൾഡിന്റെ പ്ലേറ്റിലാണ് ഇത് കഴിച്ചിട്ട് നമ്മള്. എനിക്ക് നോമ്പറക്കാൻ നേരത്ത് പത്തിരി കുറച്ച് അതിനകത്ത് ഇട്ട് തരാൻ വേണ്ടിയാണ് അതവിടെ ഞാൻ വെച്ചേക്കണ കാലിയാക്കിട്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യത്തിന് സമാധാനമായി. പത്തിരി കുറച്ച് ഉറപ്പായി. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിച്ചണിലൊക്കെ ഒരു എൻട്രി നമ്മുടെ വക തരുന്നു അല്ലേ? പക്ഷേ നമ്മുടെ കിച്ചണൊക്കെ കണ്ട് ഞെട്ടട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, നമുക്ക് സർപ്രൈസ് ഇഷ്ടം. ആയിക്കോട്ടെ, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഞങ്ങള് സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇതൊക്കെ മാറ്റണ്ടേ? നമ്മളെ വണ്ടിന്റെ ഡിക്ക് വർക്ക് എന്തായാലും ഇത് കഴിഞ്ഞാലും നമ്മളെ വണ്ടിന്റെ ഡിക്ക് വർക്ക് ഇത് മാറ്റണ്ടേ? ആണല്ലേ? ഇത് മാറ്റാം. അല്ല ഇത് വെറുതെ അല്ലട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും ഒരേ കളറാണ്. കണ്ടോ ഈ അല്ല നിങ്ങളൊക്കെ തേച്ചിട്ട് ഞമ്മക്കും വേണോ? ഞമ്മക്കും ഒന്ന് വേണം. എനിക്ക് 2 അല്ലേ? ഒന്ന് എനിക്ക് റാശിക്കും. ഞാൻ ഓൾറെഡി വെളുത്തിട്ട് അതിനെക്കൊണ്ട് എനിക്ക് പിന്നെ ജന്മന ഗ്ലാമർ ഉണ്ട്. എന്നാലും ഞാൻ എന്റെ പെണ്ണുങ്ങള് എന്ത് ഭാഗ്യം ചെയ്തിട്ടാണോ ഇതെന്തോ ഒരു കഷ്ടാണ്. ഇങ്ങനെ ഇതിനെ എന്തിനി അയ്യോ പെട്ടല്ലോ. ഓക്കെ അല്ലേ? ഒന്നുമില്ല. നിങ്ങള് കണ്ടപ്പോ തുടങ്ങി അടിക്കാൻ നോക്കണേ. അസ്സലാമലൈക്കും. നോമ്പുണ്ടോ എനിക്ക്? നോമ്പുണ്ടോ? എത്ര നോമ്പുണ്ട്? ആറാമത്താണോ? നിന്നെ പോലെ ഒന്നല്ല. ആ നോമ്പ് പിടിച്ചേ എത്ര റോഷു ബഷീക്ക് പറഞ്ഞ റാഷി ഇപ്പൊ ക്യാമറ കട്ട് ചെയ്ത് ബഷീക്ക് വന്ന ടൈം മുതൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സംഭവം എന്താ അറിയോ, ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായത്. ഈ കൈ താവൂല. കാരണം കണ്ടില്ല ഈ പ്ലേ ബട്ടൺ ഇത്രയും ചാനലിലേക്ക് വീഡിയോ എടുത്തെടുത്ത് കൈ ഇങ്ങനെ ആയി അല്ലേ? അത് കൈ ഇങ്ങനെ ഇരിക്കണം. അത്രയൊന്നുമില്ല. നിങ്ങളൊന്ന് സെറ്റ് ചെയ്യോ, നോമ്പറക്കാനായിരിക്കും. സമാധാനത്തിരിക്കും. കുറച്ചുനേരം വായ ഒന്ന് അടക്കി വെക്കൂ. ഒന്ന് പൂട്ടി വെക്കൂ. കുറച്ചുനേരം നീ ക്യാമറ കോഫിയുടെ റെസ്റ്റ് കണ്ട. ക്യാമറ കട്ട് ചെയ്താൽ അതിനെ പറ്റി പറയൂ. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റി പറയൂ. നിങ്ങള് ഫുഡ് ഒന്ന് വെക്കോ, വിശക്കണ്.
ബാങ്ക് കൊടുക്കണ്ടേ? അല്ല സോറി മാറിപ്പോയി. അങ്ങനെ പറയാൻ പാടില്ലടാ. എന്ത് പറ്റി രമണ? ബഷീക്ക ഇവിടെ ആൾക്കാർ ഇരുത്തിട്ട് 34 എടാ സാധനങ്ങളൊക്കെ സെറ്റായാ ആയാ റെഡിയായാ? ഈ വിളിച്ചാലേ ഞാൻ വരുള്ളൂ കേട്ടാ. ഈ വിളിക്കില്ലേ ബാങ്ക് കൊടുക്കുമ്പോ? അവിടെ ഇരിക്കട്ടെ, നമുക്ക് പതുക്കെ ഓരോ കടിയിട്ട് കൈ കൊടുക്കാം. അങ്ങനെ പറയരുത്. അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. സമീപനം പാലിക്കണം. എന്നോട് ആദ്യം പറയാനുള്ളത് അലമ്പ് എനിക്ക് കാണിച്ച് അന്നോടാ ഞാൻ പറയാനുള്ളത്. പറഞ്ഞു എനിക്ക് നിന്നോടാണ് പറയാനുള്ളത്. അതായത് ഞാൻ എടുത്ത കുഴപ്പമില്ല. ഞാനും ബഷീറും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, ഞാൻ എടുത്തവരൊന്നും പറയൂല. അതെ. എടുത്താ പറഞ്ഞ സേവ് എടുത്താലോ? ഞാൻ കുട്ടിയല്ല. ഈ തലമൂത്ത നരച്ച ചെങ്ങയില്ലേ, ഈ തലമൂത്തൊരു ചെങ്ങയില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ? എന്റെ തല മൂത്തിട്ടില്ല അല്ലേ? കാണുമ്പോ ആരുടെ മൂത്തിട്ടില്ലേ? റാഷിന്റെ വിട് മോനെ, എന്റെ വൈഫിന്റെ നീങ്ങിരിക്കും. തലമൂത്തത് മോനല്ലേ? ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാർ. അത് മാത്രല്ല, റാഷിദ തല നരച്ചിട്ടാണ് അവൻ ഇവിടെ മുടി കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ മുടിക്ക് പെയിന്റ് അടിച്ചോണ്ടിരിക്കാണ്, ഇങ്ങോട്ട് വന്നിരിക്കും. അല്ല, ഇതില് ഞാൻ എന്റെ റാഷിക്ക് ഒരു ഇതുണ്ട്. തല മൂത്തതാരാണ്? മോളെക്കാക്കൻ അങ്ങനെ പറ്റുമോ? അവൻ ചെറിയ പയ്യൻ. നിങ്ങള് മുത്താണ്. അതെന്താ പറയാ, അസൂയാലുക്കല്. ബഷീർക്ക് ചെറിയൊരു അസൂയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൂത്തത്. അത് ശരി, അത് ശരിയാ. എന്താ അറിയില്ല, ഞാൻ ഇത്തിരി ഗ്ലാമർ കുറച്ച് ഗ്ലാമർ കൂടുതലായിട്ടുള്ള ഒരു അസൂയ എനിക്ക്. അസൂയ അതുള്ളൂ. സിരാജ് വാ. സിരാജ് അന്ന് എന്ത് പറ്റി? അയ്യോ, ചേട്ടൻ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോ എനിക്ക് എന്താണ് തോന്നി, പടച്ചോനെ കോമ്പറ്റീഷന്റെ ആൾക്കാരായല്ലോ അത്. ഇപ്പൊ കുഴപ്പമില്ല. കണ്ടുപോയി. സർപ്രൈസാ ആണോ? കണ്ണ് പൊത്തിവാ. ഞാൻ തുറക്കാനായോ? ആയില്ല. തുറക്ക്. എന്നോട് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, ബഷീക്ക് നമുക്ക് വേണ്ടിട്ട് നല്ല ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളത്. നല്ല സ്നേഹമുള്ളത്. അതാ മഷൂത്തുണ്ട്, നമ്മുടെ സുഹാനത്തുണ്ട്, എല്ലാരും എന്തറിയോ വന്നു കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് സൽക്കരിച്ച് നല്ല ഫുഡ് തന്നിട്ടേ വിടുള്ളൂ. വാവെന്ന് പറയണ്ട ഈ കാണുമ്പോ. അതെ, വാവ്. ഈ 3 പെണ്ണുങ്ങളുടെ കിച്ചണിൽ കിടന്നുള്ള അധ്വാനം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാ. അതെ, അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് നേരത്തെ മുന്നേ നമ്മള് കേറുമ്പോ പറഞ്ഞത് പുറത്തുനിന്ന് ഓർഡർ ചെയ്താണോ? ഹലോ, അതാ പറഞ്ഞ ഈ വ്ലോഗത് ഫുള്ളായിട്ട് കണ്ടാ മതി, അപ്പൊ മനസ്സിലാവും എവിടെയായിട്ട് ഉണ്ടാക്കിയാണെന്നുള്ളത്. അത് ശരിയാണ്. ഇനി നമുക്ക് കൈപുണ്യത്തിന്റെ കാര്യത്തില് നോമ്പ് തുറക്കുമ്പോ പറയാം. സമീപനം പാലിക്കണം. ആദ്യം പറഞ്ഞത് നമ്മള് വേറൊരു വീട്ടിലാണുള്ളത്. അത് ശരിയാണ്. ഓക്കെ, ഫോർമാലിറ്റീസ് ഒന്നും അല്ല, ഇല്ല. ഞാൻ നേരെ വന്ന് അറിയാതെ പോലും അങ്ങനെ പറയില്ല. അല്ല, അല്ല, ഞാൻ വിചാരിച്ച അല്ല അറിയാണ്ട് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ആദ്യമായിട്ടാണ് ഞാൻ മറ്റെന്താ പറയാ, നോമ്പ് തുറക്കാൻ ഒരാൾ ഓനെ വിളിക്കുന്നത്. ഐസ്ക്രീം അതാണ് ഇവിടെ പലതും കാണാൻ. വെറൈറ്റി ആണല്ലേ. പക്ഷെ എന്തായാലും ബഷീറിനെ പടച്ചോൻ കാക്കട്ടെ. ബഷീറിനെ പടച്ചോൻ കാക്കട്ടെ. നമ്മൾ ആദ്യത്തെ നോമ്പ് അതാണ്. അത് ദോരക്കണം. ആദ്യം നമുക്ക് നോമ്പോടെ കഴിഞ്ഞിട്ട് ദോരക്കലൊക്കെ ഇട്ടിട്ടോ. അല്ല, ഈ ഇത് കഴിഞ്ഞതിന് ശേഷം റോഷുവിന്റെ ഭാഗം ഒരു ദോരക്കൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിട്ട്. ഉണ്ടാക്കിയ ആൾക്കാർ ഇരിക്കണം, അപ്പോഴാ അതിന്റെ രസം. ഞങ്ങൾ ഇരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നോമ്പുറക്കാൻ പറ്റിയാൽ മതി. ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം കുടിച്ച് നോമ്പുറക്കും. അങ്ങോട്ടൊരു വരവ് വന്നുണ്ട്. വിളിച്ചിട്ട് വരണേ. ഞങ്ങള് ഇടക്കിടക്ക് ഇപ്പോഴാ അതിന്റെ രസം. ഞങ്ങള് വീട്ടിലുണ്ടാവാറില്ല. ഞങ്ങൾ വിളിച്ചിട്ടേ വരുള്ളൂ. ഞങ്ങള് അതാ വീട്ടിലുണ്ടാവും. നിങ്ങൾ ചിലപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിട്ട് ആ സൽക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഇടക്കിടക്ക് പോകും. അപ്പൊ നിങ്ങള് വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ വരണം. അല്ല, എന്നാലും വിളിക്കില്ലെന്നാണ് പറയുന്നത്. നമ്മൾ വിളിച്ചിട്ട് പറയണോ? മോളെ കഴിച്ചിട്ടോ, നമ്മളെ പോലെ കണ്ടാ മതി. കട്ട്ലേറ്റ് കണ്ട അതി പൊരിഞ്ഞ. നിങ്ങൾ ഇത് കാണണം, ഇതിന്റെ ബിഹൈൻഡ് സീൻ നിങ്ങൾ കാണണം. അപ്പുറത്തെ കൈ കഴിഞ്ഞു പോയി. അതായത് പൊരിഞ്ഞ പോളിംഗ് ആണ്. ഈ ക്യാമറന്റെ ബാക്കിലത്തെ ബിഹൈൻഡ് കാണണമെങ്കിൽ ഇതിന് കാണണല്ലോ. അതെ, അത് വേണം, അത് വേണം. അത് പരീക്ഷയിലാണോ? എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും.
ചമ്മന്തിട്ട ബോണ്ട പരീക്ഷണമാവുന്നുണ്ട്. ചമ്മന്തിട്ട പോന്താന്ന് സമൂസ കുടുങ്ങി പോയതാ. എടാ അങ്ങനൊന്നും പറയരുതെടാ. അതല്ല ഈ ചമ്മന്തിട്ട സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താ തിന്നണ്ടേന്നുള്ളത്. കാരണം ഒരുപാട് ഇത് ഉണ്ടാവുമ്പോ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ അല്ലേ? ഇല്ല, ബാക്കി ഞങ്ങൾ പൊതിഞ്ഞെടുക്കും. ബാക്കി പൊതിഞ്ഞെടുക്കും, നിങ്ങൾ പേടിക്കണ്ട. പൊതിഞ്ഞെടുക്കാന്ന് ഞങ്ങൾ കൊണ്ടുപോകില്ല, സമ്മതിക്കില്ല. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കി നല്ല ടേസ്റ്റ്. ഓക്കെ, അന്നത്തെ പോലെ ക്ലാസ് കൊണ്ടെന്നാണ് അന്ന് ഹൗസ് ഫാമിങ്ങിന് വന്നേക്കണേ. എന്താണ് ഈ ആവശ്യം? കോടികളുടെ അല്ല, ആ ഗ്ലാസ് കോടികളുടെ വീടിനും ഗ്ലാസ് ഒഴിവാക്കി. അവസാന ക്ലാസ് വരെ ഉണ്ട് ആ ഗ്ലാസ് ഒഴിവാക്കി. ആ ഗ്ലാസ്സിന് വിലപിടിപ്പുള്ളതാണ്. വല്ല മറ്റേ ആന്റിക് ഷോപ്പിൽ കൊണ്ട് ആന്റിക് ഷോപ്പിൽ കൊണ്ട് വിറ്റ് നോക്കി. ഭയങ്കര വിലയാണ് അതിന്. സുഹാനന്ദാ, ഇത് പൊളിച്ചിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മഷൂർത്ത, നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ എല്ലാത്തിലും ഉണ്ട്, എന്റെ കൈ എല്ലാത്തിലും ഉണ്ട്. അടുപ്പ് സുഹാനത്ത അടുപ്പ് കത്തിച്ചാലേ കറിയണ്ട. അല്ല, കല്യാണം കഴിഞ്ഞോളൂ, വെറുതെ ആ പെണ്ണിന്റെ മുമ്പിട്ട് നാറ്റിക്കണം ശരിയല്ലല്ലോ. അവനാ ബുദ്ധിയില്ല, നമ്മങ്ങനെ ആവരുത്. ഒരു ചെറിയ കയ്യബദ്ധം. അല്ല, ഇവിടൊക്കെ ഇതൊക്കെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് മോളെ നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് പോയാലോ ഇവിടുന്ന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു മിനിമൽ ഫുഡ് കഴിക്കലാ അല്ലേ റാഷിയ? ഓ മൈ ഗോഡ്, റോഷൻ പെണ്ണ് കെട്ടി കുട്ടിയായി. അല്ല, സത്യം പറഞ്ഞു നിങ്ങൾ എന്റെ കുടുംബം തകർക്കരുത്. അതല്ല, ഓളാകെ വിഷമത്തിലിരിക്ക. ഓളോട് എല്ലാരും ചോദിച്ചിന്ന് പോയോടത്തൊക്കെ മോളാണോ എന്ന്. ഇതാരാ മോളാവോ റോഷന്? സത്യം പറഞ്ഞ എന്നെ കണ്ട തോന്നോ? ചെറിയൊരു ചെക്കനായിട്ടല്ലേ തോന്നുള്ളൂ. 35. ഞാൻ ഒരു പാവ എന്നെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സഹിച്ചു പോണ, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ശരിയാനോട് ഇപ്പൊ പറഞ്ഞ അനിയത്തിയാന്ന് കാണാം സത്യം. റാഷിയ, ഈ കണ്ട മൂപ്പര കയ്യിലൊക്കെ എന്താണ്? ഗോൾഡ്. കണ്ട? ഗോൾഡ് അതല്ല, വാച്ചു കാര്യങ്ങളൊക്കെ കണ്ട? അതൊക്കെ നോക്ക്, വാച്ചു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ മഷൂറത്തെയും സുഹാനത്തെയും കൊടുത്ത ഗിഫ്റ്റുകളാ. അപ്പൊ ഇത് എന്തെയ്യെന്ന് അറിയോ? അതാ പറഞ്ഞത്. അപ്പം എനിക്ക് ഉറപ്പാണ് ഈ ഇതിനെക്കാട്ടി വലുതേ എനിക്ക് തരുള്ളൂ. പക്ഷെ ഞാൻ പറയാ, ഇതേപോലൊക്കെ മതി. ഞാൻ കണ്ണട വെക്കാൻ മറന്ന്. കണ്ണടയുടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ കണ്ണട വെക്കാറുണ്ട്. പക്ഷെ എങ്ങനെയുണ്ട് ഈ സാധനം? അടിപൊളിയല്ലേ? ഇത് കൊള്ളാം. ഇമ്മനോടും പറയണത് ഇമ്മരൊക്കെ ഉണ്ടാക്കി തരാന്. അല്ലേ വേണ്ട, ഇനി നമ്മളെ വീട്ടിലേക്ക് നോക്കി നമുക്കൊരു പണി ചെയ്യാം. നീ ഇതേമാതിരി വീട്ടിൽ പോയിട്ട് പറയണം, ഇമ്മ ബഷീഖിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം സുഹാനത്തെയും അല്ല ഞാൻ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇക്കാക്കനെ ഏതായാലും കെട്ടിച്ചില്ലേ, ഓളഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് ഈ പറഞ്ഞിട്ടൊന്ന് സെറ്റാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലത്തെ സംഭവങ്ങൾ നീ ഉണ്ടാക്കി തരൂല്ലേ? ഇല്ല, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഞാനൊരു പെണ്ണ് കെട്ടാം. ഓൾക്ക് പഠിക്കുന്ന പെണ്ണിനെ നോക്കിട്ട് കെട്ടാ. ഈ ഏതായാലും പെട്ട് ആണല്ലേ? കുക്കിംഗ് അറിയാത്ത കുട്ടീനെ നോക്കി ഞാൻ കുക്കിംഗ് അറിയുന്ന കുട്ടീനെ ഞാൻ നോക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഓളിപ്പോ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഓള് വീട്ടിൽ വന്നൊക്കെ ശരിയാവും. അവൾക്ക് കുക്കിംഗ് അറിയാം. അല്ല, അതല്ല, ഇന്റെ മറിയ സെറ്റാവും അല്ലേ? ഒരു ചായ പോലും ഉണ്ടാക്കാറില്ല. അറിയില്ല, ആയിട്ടില്ല. 24/7 സഹിക്കണ്ടേ? ആണല്ലേ? കല്യാണത്തിന് നിങ്ങൾ വേറെ സൽക്കരിക്കണോ? അത് ഇതിൽ ഒതുക്കിയതോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്റെ അവസ്ഥ.
ആൾക്കാരൊക്കെ കാണുമ്പോ ഞാൻ കല്യാണം കഴിച്ച് എന്നാലോ ഞാൻ ജ്യൂസ് കുടിക്കണുള്ളൂ. മത്തിത്തല വെച്ചിട്ട് പൂച്ച എത്രയെന്ന് വെച്ചിട്ടാ നിക്കുക അല്ലേ? അതാണ് അവന്റെ അവസ്ഥ. എനിക്ക് സങ്കടം വരുന്നടാ. നീ റാഷിയൻ ഈയായിട്ടൊന്ന് വീട്ടിൽ പറഞ്ഞിട്ട് സെറ്റാക്കി തന്നെ കാര്യം. ഇതിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാത്തതാണ്. ഒരു ഇത് ഡേറ്റ്സിന്റെ ഞാൻ നോക്കട്ടെ. നിന്റെ ക്യാമറ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? സീലിംഗ് ടൈമിങ് ചിക്കു പാല് നോക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഞാനും പറയുന്നതായിരുന്നു. ഈ കുരുകുരു കണ്ടാലും മനസ്സിലാവും. ഇതും നല്ല ബുദ്ധി വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. മോളെ നമുക്ക് പോവാ. ഇവര് ശരിയാവില്ല. അതെ നിന്നെ ഒഴിവാക്കാൻ തോന്നി. പൊട്ടനായിരുന്നു ഞാൻ പാട്ടു പാടാനറിയാൻ പറ്റുള്ളൂ. ഞാൻ പോവാണ്. നോക്ക് എന്നാലും ഈ പറയുന്നു ഇവരൊക്കെ എന്നെ പറഞ്ഞപ്പോ ഇത്രയും ആൾക്കാരെന്നെ അപമാനിച്ചപ്പോ ഈ പറയുന്നത് അതാണ്. ഇത്രയും വലിയ ഇതിനെക്കാട്ടും വലിയ വിഷമം എനിക്ക് വരാനില്ല. വാതിലടച്ചിട്ട് ഒന്ന് പോയി കരഞ്ഞാള് ചെല്ല്. അത് വണ്ടിന്റെ ഉള്ളിൽ പോയിരുന്നിട്ട് പാട്ടൊക്കെ എടുത്ത് ആർത്ത് കരയാ. ചെല്ല്. എനിക്ക് വിഷമം വരുമ്പോ ഓൻ സൈക്കോണ്. ഓൻ ഇത് ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഓനിങ്ങനെ വിഷമം വരുമ്പോ ഞാൻ ഫുഡ് കഴിക്കില്ല കൂടുതൽ. ആണോ? നിങ്ങൾ ഈ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് എന്താ അറിയില്ല ഇപ്പൊ വിഷമം കൂടുതലാണല്ലേ? സ്ട്രെസ്സായി എന്തോ നല്ല വിഷമമുണ്ട്. അതേപോലെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഉറങ്ങാനും തോന്നും അല്ലേ? അതുണ്ടോ? വിഷമുണ്ടെങ്കിലേ തോന്നുള്ളൂ. ഫുഡ് കഴിക്കാൻ കൊക്കപ്പുഴെന്ന് പറയും പണ്ടത്തുള്ളവര്. ആ കൊക്കപ്പുഴ പള്ളേല് കൊക്കപ്പുഴ ഉണ്ട്. മോനെ മോനെ ആ ഇരിക്കണ കാക്ക പാവാണോ? അല്ലേ? അല്ല കണ്ട അല്ല. എടാ ക്യാമറ ഓൺ ആക്കുമ്പോഴെങ്കിലും ഇതിനെ പറ്റി നല്ലത് പറയും. അല്ല ഓൻ എന്താ എന്നെ ചോദിച്ചേ? പോലെ ആ പോളാ. ഓന് ക്യാമറ ഓൺ ആക്കുന്നതിന് മുന്നേ വരെ നീ ചോദിച്ചുള്ള മറുപടി ഒക്കെ അവൻ പറഞ്ഞത് കറക്റ്റ്. നീ ഷൂട്ട് ചെയ്യാൻ ഭാഗ്യം. അതെ അതല്ല എന്ത് ചോദിച്ചത്? നോമ്പുണ്ടാന്ന് കുട്ടിനോട് ചോദിക്കാണ് നോമ്പുണ്ടാന്ന്. ഒപ്പം തന്നെ പറഞ്ഞു കണ്ടുകൂടെ. ഇവർ അസൂയോണ്ട് പറയാട്ടോ. ഇത് ക്യാമറ ഓൺ ആക്കുന്നതിന് മുന്നേ വരെ എന്നെ പറ്റി നല്ലതാണ് ഓന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പിള്ള മനസ്സിൽ കള്ളല്ല എന്നാ സത്യം പറഞ്ഞു. ഞങ്ങളെല്ലാരും ഇപ്പം കള്ളം പറയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഫുഡ് അവർക്ക് കൊടുക്കാം. ബാക്കിയുള്ള നോമ്പ് നോറ്റ് റമദാൻ മാസം കള്ളത്തരം പറയാൻ പാടില്ല. പോയിക്കോ പോയിക്കോ അതല്ല പോയിക്കോ. ഉള്ളില് ചൂട് പുറത്ത് കാറ്റ് കിട്ടും. സുഹാനത്താ ഫുഡ് 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 വേണോ? ഫുഡ്. ഞങ്ങളിതാ ബിഗ് ബോസ് കാണാണ്. ബിഗ് ബോസിലെ മിന്നും താരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇപ്പൊ പുതിയ പിള്ളേരല്ലേ? അത് അടിപൊളി സീസൺ ആയിരുന്നു. നൈസ് സീസൺ ആയിരുന്നു. ആണോ? അതന്നെ. ബഷീക എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പത്തെ സീസണിനെ കുറിച്ച്? എനിക്ക് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് അത്ര പോരാന്ന് തോന്നിയല്ലേ? എന്നാലും കഴിഞ്ഞതിൽ വെച്ച് ഷോക്കാണ്. കണ്ടസ്റ്റൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഋഷി ഉണ്ട്, കൊള്ളാം. ഋഷി നല്ലൊരു പ്ലെയർ ആണ്. അതേപോലെ തന്നെ അസി അതെ ഇന്നലെ മുതൽ ഒരു വൈബ് ഉണ്ട്. ബാക്കിയൊക്കെ റാഷിയോ ഉണ്ടായിരുന്നു അല്ലെ? നീ വന്നില്ലല്ലോ. അവിടെ ഇരുന്നാ മതി. നീ അവിടെ ഇരുന്നാ മതി. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് ആക്കുന്നുണ്ട് അവരെല്ലാരും. ഞാൻ അടുത്ത സെറ്റിങ്ങിന് അടുത്ത ഫുഡ് അടിക്ക് വേണ്ടിട്ടല്ലേ? ഇപ്പൊ ഫുഡൊക്കെ നമുക്ക് ഒതുങ്ങി സെറ്റായി. എടാ എനിക്ക് ഫുഡ് സെറ്റായില്ലേ? നോമ്പ് തുറക്കുമ്പോ മാത്രല്ല ഒരുപാട് ഡിഷ്. അത് കഴിഞ്ഞിട്ടുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ. ഇത് ഡമ്മിയാണ്. ഇത് എപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ കഴിക്കാത്തോണ്ടാണ് അവിടെ ആണല്ലേ? തൊട്ട് നോക്കട്ടെ.
റാഷി ഒരു കാര്യം ഞാൻ പറഞ്ഞേ. നല്ല ബീഫിന്റെ മണം ആ നോക്ക്, നല്ല ബീഫ് കറി നോക്ക്, നല്ല ബീഫ്. ഓക്കെ അതിന്റെ കൂടെ അതിന്റെ കൂടെ ഇത്തിരി പത്തിരി എടുക്കുക നോക്ക്, നല്ല പത്തിരി കോട്ടയത്തിരി ഇത് വേണ്ട, നല്ല നല്ല ഇത്തിരി പൂത്തിരി എടുക്കുക. നൈസായിട്ടുള്ള പത്തിരി എടുത്തിട്ട് ഒന്ന് ബീഫിൽ മുക്കുക. നീ ഒന്ന് എന്ത് ലാഗാണ് നോക്ക്, ഇതില് ചുരുട്ടി പിടിക്കുക. ഇവന് എന്റെ വീഡിയോ കണ്ടിട്ട് എന്താ അറിയോ, ഇവന് 1 മണിക്കൂർ ആക്കാനുള്ള പരിപാടി വീഡിയോ അതാണ്. ഇരുന്ന് നമ്മളിപ്പോ എത്ര നേരം ഇരുന്ന് ഇവിടെ? ഇപ്പൊ എത്രയായി? ഇപ്പൊ 9:30. അപ്പൊ ഇരുന്ന് നമ്മള് ഇനി ഫുഡ് കിട്ടിയിട്ട് വേണം വീണ്ടും ആക്റ്റീവ് ആവാൻ. അത് കഴിയുമ്പോ അത്താഴത്തിന്റെ ടൈമാവും. അപ്പൊ വീണ്ടും നമ്മൾ ഇരിക്കൂ, ആക്റ്റീവ് ആവും. എന്നിട്ട് വീണ്ടും എന്താണ് നോമ്പ് തുറ. വീഡിയോ പറഞ്ഞായിരിക്കും, ഞാനത് കാര്യത്തിലേക്ക് എടുക്കും. പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോലുണ്ടാവില്ല. അത് സത്യാട്ടോ. ഒരു മാസ് BGM ഇട്ടെടുക്കാം, ക്യാമറ കട്ടാക്കിയാ പിടിച്ച് പുറത്താക്കും ചെയ്യും. അല്ല അങ്ങനെയല്ല, ഞാൻ പിന്നെ പറയാതിരിക്കാൻ ഇവിടുന്ന് അത്താഴം കഴിച്ചിട്ടേ വിടൂ. അല്ലാ അല്ലെങ്കിൽ തന്നെ അവൻ സോഫ സെറ്റ് ചുരുണ്ടി കിടന്ന് ഉറങ്ങണത്. എന്ത് ടേസ്റ്റ് ഉള്ള ഫുഡാണ്. എങ്ങനെയാണ് നല്ലതാ പറഞ്ഞത്, നല്ല അതെന്തൊക്കെയാ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം. മഷ്റൂം ഉണ്ടാക്കിയ മഷ്റൂം കഴിച്ചിട്ട് പോയാ മതി. മഷൂറാന്ന് പേരുള്ള കൊണ്ടിട്ട് ആര് വന്നാലും മഷ്റൂം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ടാണ് വെറുതെ കള്ളം പറയൂല. മംഗലാപുരത്ത് മഷ്റൂമിന് എന്ത് പറയും? സുഭാഷ് അലമ്പോ നമ്മുടെ നാട്ടിൽ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർക്ക് കളിക്കുക. അലമ്പ് കറി എന്ന് പറയില്ലേ, ഇതിപ്പോ അലമ്പ് കറിയാ. കറക്റ്റ് ആയിട്ട് നീ വെച്ച് അവന് കൊടുക്കണ്ട്. സത്യം, നീ കറക്റ്റ് ആയിട്ട് അലമ്പ് കറി വെച്ചിട്ട് അവന് കൊടുക്കണ്ട്. എനിക്കല്ല തീറ്റിക്കണ്ട, അവനെ തീറ്റിക്കും. സത്യം മനസ്സിലായി. നമ്മളെ ആൾക്കാരോട് പറയുമ്പോളേ, പുറത്തൊക്കെ പോയിട്ട് പറയുമ്പോ ബഷീർ ബാഷിന്റെ വീട്ടിൽ പോയിട്ടേ മഷൂറത്തെ അലമ്പ് കറി വെച്ച് തന്ന്, ഇതാ ഞങ്ങള് പറയാ. സംഭവം മനസ്സിലായ? അലമ്പ് കറി നമ്മൾ പാല് ഒഴിച്ചിട്ട് പത്തര കഴിക്കും ഇവിടെ. ജാൻമണിക്ക് പഠിക്കണം. എങ്ങനെ പാൽ ഒഴിച്ചിട്ടാണ് ബേബി പത്തര കഴിക്കണം. ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യടാ, ട്രൈ ചെയ്യ്. എന്റെ ബേബി എങ്ങനെ കഴിക്കണം പത്തിരി? ബഷീക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് അലമ്പ് കറിയാണ് വെച്ച് തന്നിട്ടുള്ളത് കേട്ടോ. അത് ഭയങ്കര ഇതായിപ്പോയി. ഇതാ ഭയങ്കര അലമ്പ് കറിയാണ്. അലമ്പ് കറി അല്ല, സത്യല്ല. നിങ്ങളല്ലേ പറഞ്ഞത് അതിന് അലമ്പ് എന്നാ പറയാ. അലമ്പ് അറിയാന്ന് പറഞ്ഞാൽ വാരി വലിച്ച് വിഴുങ്ങണമുണ്ട്. എന്ത് തീറ്റടാ തിന്നത്? അടുത്തുള്ള പുട്ടൊക്കെ തീർന്നു പോയി. അല്ല, നമ്മ മഷ്റൂം അങ്ങനെ ബേബി ഭാഷയിൽ ചോദിച്ചിട്ടില്ല. നിങ്ങളെ കൊച്ചിയിൽ എന്താ പറയാ മഷ്റൂമിന്? അപ്പോ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണങ്ങൾ തന്നിട്ട് നമ്മളെ നന്നായിട്ട് സ്നേഹിച്ച് 1000 സ്നേഹം വാരി വിതറി നമുക്ക് വിളമ്പി തന്ന ബിബി ഫാമിലിക്ക് നമ്മുടെ എല്ലാ നന്ദിയും സ്നേഹവും. പഠിച്ചോനെ ഇവർക്ക് ഒരുപാട് ഇനിയും അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോഴും ഇതേമാതിരി തരാൻ കഴിയട്ടെ. നല്ല ഫുഡ് തരാൻ വേണ്ടിട്ട് ആയുസും ആഫിയത്തും അതേപോലെ തന്നെ ഒരുപാട് പൈസയും കൊടുക്കട്ടെ, റാമത്തും കൊടുക്കട്ടെ. അതേപോലെ നല്ല 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 ഇതൊന്നും ഊരിട്ട് പറയണമെങ്കിൽ കുറച്ചും കൂടെ അതിനൊരു ആണല്ലേ. സുഹാനത്താത്തന്റെ ഫുഡ് സുഹാനത്താത്തല്ലടാ വെച്ചേ. അല്ല അതല്ല, അത് മാറിപ്പോയി. ഫുഡ് അതല്ല, സുഹാനത്താൻ ചട്ടകൾ എടുത്തോടുത്തേ. ചട്ടങ്ങളല്ല എടുത്തോടുത്ത്, എല്ലാത്തിലും ഉണ്ട്. വെറുതെ പറയാ. ഇവിടെ ഇരിക്കുന്ന ആ പാവ അവിടുന്ന് ഒരു കുട്ടീനെ ഇപ്പുറത്ത് വെച്ചിട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കി കറക്റ്റ് സോനു, മഷു, സുമി, ഈ 3 പെണ്ണുങ്ങളും കൂടെ റിലേ. അതായത് ഓരോരോ വർക്ക് അവര് എന്നുള്ള മൈൻഡാണ്. കറക്റ്റ് കോർഡിനേഷൻ കറക്റ്റ് ചെയ്ത് എല്ലാത്തിനും മാനേജ്മെന്റ് ആയിട്ട് ഞാനിങ്ങനെ പുറകെ നടന്നിട്ട് എല്ലാത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓരോ റെസിപ്പീസ് ഒക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മാനേജർ. ഓക്കെ, എനിവേ എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളി ഫുഡ് ആയിരുന്നു. സത്യം പറയാലോ, നമ്മൾ കോഴിക്കോട്ടുകാർക്ക് എവിടെ പോയാലും ഫുഡ് പറ്റൂല, പക്ഷെ ഇവിടുത്തെ ഫുഡ് നല്ലത് അല്ലേ? എന്താ അടിപൊളി ഫുഡായിരുന്നു. സുഹാനത്താ, അപ്പൊ
എന്റെ മോള് ഓക്കെ അല്ലേ? താങ്ക് യു ഇഷ്ടല്ലേ? ഇവൾക്ക് മോൾക്ക് ഒക്കെ അല്ലേ ഞാൻ ചോദിക്കണം. മോള് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. കൊളാക്കരുത്. നിക്കാണ് main. അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ അപ്പൊ സെറ്റ്, അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്നാലും നാറ്റിക്കരുത്, പുതിയ പെണ്ണ. അതാണ് പുതിയ ചെറിയൊരു കയ്യപ്പ തലവേദി. ഞാൻ ഒന്ന് റീതിങ്ക് ചെയ്താലോ. മോളെ അച്ഛൻ പോവാ അവിടുന്ന്. മീഷോന്ന് ഓർഡർ ചെയ്ത സാധനത്തിന് റീതില്ല. ഇന്നത്തെ നോമ്പ് തുറ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കേട്ടോ, ഇവരുടെ ഫുഡിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മൾ കഴിച്ചതിന്റെ അഭിപ്രായം നിങ്ങൾ പറയാ അത്താഴത്തിന് ഇരിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ശരി, ഇനി ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വായു കംപ്ലീറ്റ് വിവരക്കേട് വിളിച്ചു പറയും. അതെ. ഓക്കെ ബൈ. Bye bye.